കേരള സഹകരണ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് നടന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDFന് വിജയം. മുഴുവൻ സീറ്റുകളും LDF നേടി. മാടായിക്കോണം TK ചാത്തൻ മാസ്റ്റർ മെമ്മോറിയൽ സ്കൂളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 3 വരെയായിരുന്നു വോട്ടെടുപ്പ്. തുടർന്നാണ് ഫലം പ്രഖ്യാപിച്ചത്. 11 സീറ്റുകളിലാണ് മത്സരം നടന്നത്. 2 സീറ്റിൽ നേരത്തെ CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ബഹിഷ്കരിച്ചതോടെ മത്സര രംഗത്ത് CPMും BJPയുമാണ് ഉണ്ടായിരുന്നത്. മാടായിക്കോണം TK ചാത്തൻ മാസ്റ്റർ മെമ്മോറിയൽ സ്കൂളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 3 വരെയായിരുന്നു വോട്ടെടുപ്പ്. തുടർന്നാണ് ഫലം പ്രഖ്യാപിച്ചത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബാങ്കിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാലങ്ങളായി CPM ഭരിച്ചിരുന്ന ബാങ്ക് 2020 മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് സമിതിയുടെ നിയന്ത്രണത്തിലാണ്. ക്രമക്കേടും തട്ടിപ്പും കണ്ടെത്തി ബാങ്ക് സെക്രട്ടറി പരാതി നൽകി പോലീസ് കേസെടുത്തതോടെ ഭരണസമിതിയെ പിരിച്ചുവിട്ടിരുന്നു. മൊത്തമുള്ള 15,000 അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും CPM അനുഭാവികളാണ്. എന്നാൽ 2016 നടന്ന അവസാന തെരഞ്ഞെടുപ്പിൽ 6,000 പേരാണ് വോട്ട് ചെയ്തത്. ഇത്തവണ 3,000-ഓളം പേർ മാത്രമാണ് വോട്ട് ചെയ്യാനെത്തിയത്. ബാങ്കിന്റെ ഭരണം നിലനിർത്തേണ്ടത് അഭിമാന പ്രശ്നമായി കണ്ട് CPM ശക്തമായ പ്രചരണമാണ് നടത്തിയത്. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട.